ഫസ്റ്റ് എക്സിബിഷനൊക്കെ കഴിഞ്ഞു. വീട്ടിൽ ഇനിയിപ്പോൾ എല്ലാം എടുത്ത് വെക്കാനുണ്ട്. ഞാൻ വീട്ടിൽ ഇന്നലെ രാത്രി 12 മണി കഴിഞ്ഞിന് ട്രെയിന് തലശ്ശേരി എത്തുമ്പോൾ. ഞാൻ ലഗേജ് കളക്ട് ചെയ്യാൻ ഇന്ന് രാവിലെ പോയിട്ട് കളക്ട് ചെയ്തു. ലഗേജും ഇപ്പോൾ കളക്ട് ചെയ്തു, വീട്ടിലെത്തി. അതൊന്നും ഇനി അൺബോക്സ് ചെയ്തില്ല. ഇപ്പോൾ വീട്ടിലുള്ള കുറച്ച് പീസസ് ഞാൻ കാണിച്ചു തരാം. ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കേരളത്തിൻ്റെ കൾച്ചറുമായിട്ട് എടുത്ത് പറയേണ്ടത്, ഇവിടെ നമുക്ക് ഈ ക്യാൻഡിൽ സംഭവം കത്തിക്കുന്ന ഏർപ്പാടില്ല. അങ്ങനെ ഒരു സ്ഥലത്താണ് ഞാൻ ഈ ക്യാൻഡിലിൻ്റെ പ്രോഡക്ട്സുമായിട്ട്, അതിപ്പോൾ കേരളത്തിൽ നോർത്ത് കേരള സൗത്ത് കേരള എന്നൊന്നുമില്ല, എല്ലാവരുടെയും ഒരേ ട്രെൻഡ് തന്നെയാണ്. നമുക്ക് നിലവിളക്കാണ് ആ ഒരു ഗോൾഡൻ കളർ, ഇപ്പോൾ ഓടിൻ്റെ ബ്രാസ് കോപ്പർ അതിൻ്റെയൊക്കെ വിളക്കിൽ നമ്മൾ എണ്ണ വെച്ചിട്ട് കത്തിക്കുന്ന ഏർപ്പാടാണ് ഒരുവിധം എല്ലാ ഒക്കേഷൻസിനും. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഈ ക്യാൻഡിലും കൊണ്ട് പോകുമ്പോഴുള്ള ഒരു എന്താ പറയുക, ഓക്കെ ഡ്രോബാക്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഫസ്റ്റ് എക്സിബിഷൻ ആയതുകൊണ്ടുള്ള ഒരു എന്താ പറയുക വേ ഓഫ് അറേഞ്ചിങ്ങിന് ഒരു മിസ്റ്റേക്ക് വന്നു. ഞാൻ എല്ലാ ബോക്സസൊന്നും പൊളിച്ചില്ല. 2 ബോക്സ് ഞാൻ പൊളിച്ചില്ല. ഞാൻ എൻ്റെ പ്രോഡക്ട്സ് ഇപ്പം ഇങ്ങനത്തെ ഒക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് കനമുള്ള പീസസാണ്. ഇതിനേക്കാളും കനമുണ്ട് ഈ ഒരു സംഭവം, നല്ല കനമുണ്ട്. ഈ ഒരു ഗ്ലാസ് ഇതൊക്കെ നല്ല കനമുള്ള. അപ്പം ഞാനിത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് എൻ്റെ ഈ അഞ്ച് ബോക്സും ഇതൊക്കെ കത്തിച്ചതാണ്. ഞാൻ ഇവിടുന്ന് കത്തിച്ച 5 ബോക്സ് 2 പാക്കറ്റുമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് ഞാൻ വെച്ചത്. അതുകൊണ്ടെന്ന് പറഞ്ഞാൽ എല്ലാ പാക്കറ്റും ഞാൻ അവിടെ എത്തിയപ്പോൾ പൊളിക്കാൻ നിന്നില്ല. ബിക്കോസ് എനിക്കിവിടെ പാക്കിങ്ങിന് തന്നെ ഒരുപാട് സമയം എടുക്കുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ ഈ ഒരു സംഭവം ഞാൻ ഓണസ്റ്റായിട്ട് പറയാം, ഞാനിവിടെ ഉണ്ടാക്കിയത് കുറവാണ്. എനിക്ക് പിന്നെ എൻ്റെ കഴിവിലുള്ള വിശ്വാസമല്ല, അത് നമുക്ക് ക്രമേണയല്ലേ നമുക്കും വരുള്ളൂ. നമ്മുടെ കഴിവിലുള്ളൊരു, കാരണം ആൾക്കാരത് നമുക്ക് സ്വന്തമായിട്ട് കോൺഫിഡൻസ് ഉണ്ടായിട്ട് കാര്യമില്ല. നമുക്കിതിപ്പോൾ സെല്ല് ചെയ്യണ്ടെങ്കിൽ ആൾക്കാരത് വാങ്ങിക്കുമ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഞാനിത് അത്രയല്ലേ ആയുള്ളൂ. എൻ്റെ ഉരുളി എന്ന് പറയുന്നത് ഇതാണ്, ഞാൻ ഉണ്ടാക്കിയ ഉരുളി ക്യാൻഡിൽ ഇതാണ്. പിന്നെ ഞാൻ സിലിണ്ടറിക്കൽ ക്യാൻഡിൽ, ബോട്ട് ക്യാൻഡിലൊക്കെ ഉണ്ടാക്കി. ബോട്ട് ക്യാൻഡിലൊക്കെ ലാസ്റ്റ് മിനിറ്റിൽ കൊണ്ടുപോകണ്ടെന്ന് വിചാരിച്ചു. ജസ്റ്റ് എ മിനിറ്റ്. ഞാൻ ഉണ്ടാക്കിയ പീസസ് അവിടെ മാറ്റി വെച്ചു. എന്നാലും സ്റ്റിൽ ഇതിപ്പോൾ ഒരു ഗ്ലാസ് ക്യാൻഡിലാണ്. ഇത് ഞാൻ പിന്നെ ഒരു പകുതി ഭാഗത്ത് ഡ്രൈഡ് പെറ്റൽസ്, മറ്റേ ഭാഗത്ത് ഒഴിവാക്കിയിട്ട് നോക്കിയത്. ഡ്രൈഡ് പെറ്റൽസിൻ്റെ എന്താണ് പൂക്കോ ഇല്ലയോ ഒന്നും അറിയാത്തതുകൊണ്ട് അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ കണ്ടെയ്നർ അല്ലാണ്ട് മോൾഡിലുണ്ടാക്കിയത് സിലിണ്ടറിക്കൽ ക്യാൻഡിൽ. ഇതിപ്പം പാക്ക് ചെയ്തിട്ട് വെച്ചിട്ടാണ് ഉള്ളത്. മോൾഡിലുണ്ടാക്കി ഇതുപോലത്തെ വേറൊരു മോഡലും കൂടിയുണ്ട്. അപ്പോൾ അതിലേറ്റവും എനിക്ക് ഇമ്പോർട്ടൻ്റ് ഒരു കോൺഫിഡൻസ് വന്നത് ഈ കുഞ്ഞ് ക്യാൻഡിൽ, ഇത് ഞാൻ കൊണ്ടുപോയതല്ല. ഇതിൻ്റെ വൈറ്റായിട്ടില്ല, ഈ ഡ്രൈഡ് പെറ്റൽ ഇല്ലാത്ത വേറൊരു സംഭവം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്. വെള്ള തന്നെയാണ് സോയ വാക്സ്, അതിലൊരു റോസ് അറ്റാച്ച് ചെയ്തിട്ട്. ഞാനവിടെ മര്യാദയ്ക്ക് പാക്ക് ചെയ്തിട്ടൊന്നും കൂടെ എനിക്ക് ഓർമ്മയില്ല. ചെയ്തിട്ടുണ്ടാകും, പിന്നെ പൊളിച്ചു വെച്ചായിരിക്കും. അത് ആൾ നോക്കി ഇഷ്ടപ്പെട്ടു. പിന്നെ ഇങ്ങനത്തെ മോൾഡ് വേറൊരു മോൾഡ് ചെയ്തതും, ഞാൻ മോൾഡ് ചെയ്തത് ഇത് രണ്ടും അതേ എടുത്തുള്ളൂ, അതും പോയി, ചിലവായി. അപ്പോൾ എനിക്ക് എൻ്റെ പീസസ് പിന്നെ ഉരുളി ക്യാൻഡിൽ അതും പോയി. ഉരുളി ക്യാൻഡിൽ പിന്നെ വെച്ചാൽ ഞാൻ എല്ലാം ഒന്നും പുറത്ത് വെച്ചില്ല, കാരണം അവിടെ എത്തുമ്പോഴേക്കും ഈ സംഭവമൊക്കെ ഇളകിയിട്ടുണ്ടായിരുന്നു. ഇതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. കാരണം ഇത് ഇളകിയിട്ട് പിന്നെ ഇത് ഫിക്സ് ചെയ്യുമ്പം അതായിരുന്നു എൻ്റെ കോൺഫിഡൻസ് പോകാനൊരു കാരണം. ഇത് ഇളകിയിട്ട് പിന്നെ ഇത് ഫിക്സ് ചെയ്യുമ്പോഴേക്കും ഇത് എന്താണെന്നറിയില്ല, വാക്സ് ഞാനൊരു 85 ഡിഗ്രി സെൽഷ്യസ് വരെ ബോയിൽ ചെയ്തത്, അങ്ങനെയല്ല മെൽറ്റ് ചെയ്തത് കൊണ്ടാണെന്നറിയില്ല. ടെമ്പറേച്ചർ മാറുമ്പോൾ ഡെഫിനറ്റ്ലി ചില പ്രോപ്പർട്ടീസ് മാറുന്നുണ്ട്. പിന്നെ ഇത് രണ്ടാമത് ഹീറ്റ് ഗണ്ണൊക്കെ വെച്ചിട്ട് ബ്ലോ ടോർച്ച് എന്നൊക്കെ പറയും അതിന്, ഫിക്സ് ചെയ്യുമ്പം ഇതിപ്പോൾ കുഴപ്പമില്ല, ഇതിപ്പം ഇളകുന്നൊന്നുമില്ല. ഇത് നിൽക്കുന്നില്ല. ഇതിപ്പോൾ പാക്ക് ചെയ്താലും അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഒറ്റയടിക്ക് ഞാൻ എൻ്റെതാണെങ്കിൽ ഞാൻ അങ്ങനെ ശക്തിയിൽ പാക്കും ചെയ്തിട്ടില്ല. എൻ്റെതല്ലേ, നഷ്ടം കുഴപ്പമില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ ഇളകി വന്നതുകൊണ്ട് ഉരുളി ക്യാൻഡിലെല്ലാം ഒന്നും അവിടെ പുറത്ത് വെക്കാൻ പറ്റിയില്ല. അവിടെ ആണെങ്കിൽ ഒരു 2 ഇലക്ട്രിക്കൽ കണക്ഷൻ്റെ സ്പോട്ടേ ഉള്ളൂ. പഴയ കൊട്ടാരമല്ലേ അതാണെങ്കിൽ വേറെ സ്റ്റോളിൻ്റെ ഭാഗത്തുമാണ്. പിന്നെ എനിക്കെന്തായാലും ഞാൻ കുറച്ച് പ്രീമിയം പീസസ്
ശരിക്കും കാലിക്കറ്റിലെ ഒരു എക്സിബിഷന് കണക്കാക്കിയിട്ടാണ് പ്രീമിയം പീസസ്. ഇതൊക്കെ പ്രീമിയം പീസസ്സാണ്. ഇതിന് 4 വിക്ക് ഉണ്ട്. അതെന്തായാലും ഇതൊക്കെ കത്തിച്ചിട്ട് സൗകര്യത്തിന് കത്തിച്ചിട്ട് ഒരു വീഡിയോ ഇടുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ഒരു മിഠായി ക്യാൻഡിലാണ്. ഇതൊക്കെ ഇതൊക്കെ ഇനിയിപ്പോൾ പൊളിക്കണം. ഞാനിവിടെ സീസേഴ്സൊക്കെ ഒന്നും പുറത്തെടുത്തിട്ടില്ല. ഇതൊക്കെ ഏകദേശം അത് നോക്കിയാൽ കാണാം, ഒരു കുഞ്ഞു കുഞ്ഞു കണ്ടെയ്നറിലാണ് ഉള്ളത്. ഇതൊക്കെ ഓരോന്നിലും വിക്കുണ്ട്. കത്തിച്ച് നോക്കാം. ഇവിടെ ഈ ക്യാൻഡിൽസ് കത്തിക്കുന്ന ഒരു ട്രെൻഡ് ഒക്കേഷൻസിനും എന്താ പറയുക, ഇപ്പോൾ കല്യാണങ്ങളായിക്കോട്ടെ ഫെസ്റ്റിവൽ സീസൺ ആയിക്കോട്ടെ ട്രെൻഡില്ല. പക്ഷേ നോർത്ത് ഇന്ത്യയിൽ അങ്ങനെയല്ല, ഒരുവിധ എല്ലാ ചടങ്ങിനും അവർ ക്യാൻഡിൽസ് ബേൺ ചെയ്യും. നമുക്കിവിടെ അതിന് പകരം നിലവിളക്കാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഡ്രോബാക്കുള്ള ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഈ സോയ വാക്സിൻ്റെ ക്യാൻഡിലുമായിട്ട് എക്സിബിഷന് പോകുന്നത്. ഇതിൽ അട്രാക്റ്റ് ചെയ്യുക എന്നുള്ളത് അതൊരു തന്ത്രം തന്നെയാണ്. കാരണം അവിടെ അധികവും ഈ ജ്വല്ലറി സ്റ്റോളിലാണ് ഒരുപാട് പേര് പോകുന്നത്. ജ്വല്ലറി ആൻഡ് ഗാർമെൻറ്റ്സ്, അതാണ് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് ആൾക്കാർ പോയത്. എൻ്റെ ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ മേ ബി സ്റ്റോൾ അറേഞ്ച്മെൻറ്റിൻ്റെ ഒരു ഇഷ്യൂ. ഞാൻ പറഞ്ഞില്ല, ഞാൻ എല്ലാം ഒന്നും പൊളിച്ചില്ല. പിന്നെ ഞാൻ തന്നെയല്ലേ പാക്ക് ചെയ്യേണ്ടത്. ഞാൻ ഇങ്ങനെ പോകുന്നതാണ്. പിറ്റേന്നാണെങ്കിൽ എനിക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ്സിൽ 10:30 ആണല്ലോ. ഞാൻ അപ്പോഴേക്കും ഞാൻ റെഡിയായി കിട്ടുമോ, തൃപ്പൂണിത്തുറയിൽ നിന്ന് ഞാൻ എറണാകുളം ജംഗ്ഷനിലെത്തി ഓഫീസിൽ പോയി ഇതൊക്കെ പൂരിപ്പിക്കുന്നപ്പോഴേക്കും ട്രെയിൻ മിസ്സാവുമോ എന്നൊക്കെയുള്ളൊരു ടെൻഷൻ ഒരു ഭാഗത്ത് അലട്ടുന്നുണ്ട്. കാരണം ട്രെയിൻ മിസ്സാകുന്നത് കൊണ്ടല്ല, പിന്നെ ഞാൻ ബുക്ക് ചെയ്ത ട്രെയിനാണെങ്കിൽ വൈകിട്ട് 7 മണിക്കാണ്. ഞാൻ അതിൻ്റെ ഇടയിൽ എങ്ങനെ അവിടെ സ്പെൻഡ് ചെയ്യും. നടുക്കൊക്കെ ട്രെയിൻ ഉണ്ടാവും, പക്ഷേ എങ്കിൽ ഇപ്പോൾ നേത്രാവതി എക്സ്പ്രസ്സൊക്കെ 1 മണി കഴിഞ്ഞ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ എനിക്ക് ലഗേജ്, എൻ്റെ പേഴ്സണൽ ലഗേജ്, എൻ്റെ ഹാൻഡ് ബാഗ്, വലിയൊരു ബാക്ക് പാക്ക്, ഒരു വൈറ്റ് വലിയ കവർ, കൂടാണ്ട് ഒരു പിക് ഷോപ്പർ, 4 എണ്ണം അങ്ങോട്ട് പോകുമ്പോൾ ഉണ്ടായിരുന്നു. തിരിച്ച് വരുമ്പം അത് 3 വലിയ ഒരു വൈറ്റ് ബാഗ് ഞാൻ ഒഴിവാക്കി. എന്നാലും കനവുണ്ടല്ലോ. ക്ലോക്ക് റൂമിലാണെങ്കിൽ എൻ്റെ ഇത് ലോക്ക് ചെയ്യാത്ത സംഭവമായതുകൊണ്ട് അവരെടുക്കുമോ ഇല്ലയോ ഒന്നും അറിയുന്നില്ല. ഒന്ന് കറങ്ങാൻ പോകാൻ അങ്ങനെ ഒരുപാട് ടെൻഷനിൽ നിൽക്കുമ്പോഴാണ് മംഗള ലക്ഷദ്വീപ് കിട്ടിയില്ല. അവിടെ കുറച്ച് ഫോർമാലിറ്റീസ് കുറച്ച് കൂടുതലാണ്. പക്ഷേ ക്ലോക്ക് റൂമിൽ ഇത് വെക്കാൻ പറ്റി, എൻ്റെ വലിയ ബാഗ്. അങ്ങനെ പിന്നെ എൻ്റെ ഒരു കൊറിയർ ഒരു മാർക്ക് എക്സ്പ്രസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു ടീം ആയിരുന്നു അയക്കേണ്ട ടീം. ഇവിടുത്തെ ആൾക്കാരോട് അന്വേഷിച്ചപ്പോൾ ആ കമ്പനീനെ ആർക്കും ഒരുവിധ ആൾക്കാർക്കൊന്നും അറിയില്ല. അപ്പോൾ അവിടെയാണ് ഞാൻ നോക്കുമ്പോൾ ലൊക്കേഷൻ നോക്കുമ്പോൾ റീജിയണൽ ഓഫീസിൽ നിന്ന് അവിടെ നിന്നാണ് കണ്ണൂരോട്ട് വരേണ്ടത്. കണ്ണൂരുള്ളത് അപ്പോൾ പിന്നെ മനസ്സിലായ അവർ കൊലാബറേഷനിലാണെന്നുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു ഓഗസ്റ്റ് 1 മുതൽ ഇവരുടെ ഒന്നും ഇങ്ങോട്ട് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നലെ എന്തായാലും രാവിലെ മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് തിരിച്ച് വരുമ്പോൾ മിസ്സായി. കൊറിയർ എന്തായാലും എറണാകുളത്ത് എവിടെയെങ്കിലും ഉണ്ടാവുമല്ലോ, ചെന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ എറണാകുളം റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് പിടിക്കുന്ന ഓട്ടോ എല്ലാവർക്കും GPS നോക്കിയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റണമെന്നില്ല. ഉബർ പോലെയല്ല. ഉബറാണെങ്കിൽ എറണാകുളം റെയിൽവേ സ്റ്റേഷൻ്റെ പോയിൻ്റിൽ നിന്ന് കിട്ടുമില്ല. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ കത്തിച്ചു തന്നേ ഉള്ളൂ. അങ്ങനെ കുറേ ഇങ്ങോട്ട് എത്തിയിട്ട് ഒരു ഓട്ടോ പിടിക്കുന്നപ്പോഴേക്കും അയാൾക്കൊന്നും നോക്കാനൊന്നും അറിയില്ല. പക്ഷേ ലൊക്കേഷൻ കണ്ടു. പിന്നെ എനിക്കും ചില അതിൻ്റെ ഒരു സജഷൻസ് വരുമ്പോൾ എനിക്കും ഇത് മനസ്സിലാക്കാൻ പ്രയാസം. ഇതിങ്ങനെ സ്ക്വയർ പോലെയൊക്കെ വരുന്നത്, അതെനിക്ക് തോന്നി 1 വേ ഒക്കെ ആകുമ്പോഴാണ് ഇഷ്യൂ വരുന്നത്. അതിലൊന്ന് കാണിക്കും. പക്ഷേ ഡ്രൈവർ പറഞ്ഞു അങ്ങോട്ട് 1 വേ ആണെന്ന് പറഞ്ഞു. പിന്നെ എവിടെ എത്തിയപ്പം പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും, ഞാനിവിടെ ഇറങ്ങിയിട്ട് അന്വേഷിക്കുക എന്ന് പറഞ്ഞു. അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ, അവിടെ ഒരു വലിയൊരു പാലമുണ്ട് ലിസി ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള പാലം. അതിൻ്റെ അടിയിൽ റെയിലാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പുറത്തേക്കാണ് ഡയറക്ഷൻ കാണിക്കുന്നത്. ഡ്രൈവർ അപ്പുറത്തേക്കാണെങ്കിൽ വളച്ചിട്ട് പോകണം. GPS കൊണ്ട് അവിടെ ഇറങ്ങി റീസെൻറ്റർ ചെയ്യുന്നപ്പോഴേക്കും ഡയറക്ഷനൊക്കെ വല്ലാതെ മാറിയ പോലെ തോന്നുന്നുണ്ട്. ഏതൊരു കടയിലെത്തിയപ്പോഴത്തേക്കും ഞാനിങ്ങനെ ചോദിച്ചു ഈ ഒരു ഓഫീസ് എവിടെയാണ്. അപ്പോൾ അയാൾ പറഞ്ഞു നിങ്ങൾ അവരുടെ നമ്പർ ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചന്വേഷിക്കും. അങ്ങനെ 2 നമ്പർ തപ്പിയെടുത്തു. അപ്പോൾ അതാണെങ്കിൽ നമ്പർ കിട്ടണമെങ്കിൽ ആ ലൊക്കേഷനിലെ പിൻകോഡ് അറിയണം, എന്നാലേ ആ ഓഫീസ് ആ ഭാഗത്തുള്ള ഓഫീസിൽ അവരുടെ നമ്പർ കിട്ടുള്ളൂ. അപ്പോൾ അയാളോട് അവിടുത്തെ പിൻകോഡ് ചോദിച്ചു. പിൻകോഡ് എൻ്റർ ചെയ്തു. ഓഫീസ് ലൊക്കേഷൻ അന്വേഷിക്കുന്നപ്പോൾ 2 നമ്പർ അയാൾ എഴുതിയെടുത്ത് വിളിക്കുമ്പോൾ 2ഉം എടുക്കുന്നുണ്ടായില്ല. അപ്പോൾ അയാൾ പറഞ്ഞു
അങ്ങോട്ട് വേറൊരു ST കൊറിയറിൻ്റെ ഓഫീസുണ്ട്, നിങ്ങൾ അവിടെ പോയി അന്വേഷിക്കുക, അവർക്ക് അറിയാൻ സാധ്യതയുണ്ടാകും. അവിടെ ആണെങ്കിൽ 2 ലേഡീസായിരുന്നു ഉണ്ടായത്. അവർ നല്ല കോൺഫിഡൻസ് ആയിട്ട് ഒരു ലക്ഷ്യം കാണിച്ചിട്ട് പറഞ്ഞു അതിൻ്റെ അപ്പുറമാണ് ഓഫീസ്. അപ്പോഴേ എനിക്ക് തോന്നി, കാരണം ഞാൻ ഉദ്ദേശിച്ചത് അടുത്ത ഭാഗത്താണെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്നത് വലത്ത് ST കൊറിയർ എൻ്റെ അവിടെ പോയതായിരുന്നു. അവർ പിന്നെയും അവിടെ നിന്ന് വലത്തോട്ടാണ് പറയുന്നത്. ഒരു ഭാഗത്ത് മഴ മാറാൻ തുടങ്ങി. അപ്പം നോക്കുമ്പോൾ അവിടെ ഒരു DTDCൻ്റെ ഓഫീസാണ്. DTDCൻ്റെ ഓഫീസിൽ ഇപ്പോൾ ഒരു മലയാളം സംസാരിക്കുന്നുണ്ട്, പക്ഷേ അയാളുടെ ഒരു ഹിന്ദി ചൊവ്വയുണ്ട്. അയാളൊരു ലൊക്കേഷൻ പറഞ്ഞു. എനിക്കാണെങ്കിൽ അവിടുത്തെ സ്ഥലങ്ങൾ വലിയ പരിചയമില്ല, പക്ഷെ എന്നാലും ഞാൻ ഉദ്ദേശിച്ച ലൊക്കേഷൻ അങ്ങോട്ടേക്കാണെന്ന് മനസ്സിലായി. അവിടെ നിന്ന് ഇങ്ങോട്ടെന്നൊക്കെ പറഞ്ഞു. തിരിച്ച് പിന്നെയും ഇങ്ങനെ അലച്ചിൽ തന്നെയാണ്. നടന്നപ്പം റെയിലായിരുന്നു കണ്ടത്. എന്താ ബേണിങ്, ഇത് എനിക്ക് കാണിക്കാൻ കുറച്ചൊരു പ്രയാസമുണ്ട്. ഡ്രൈ പെറ്റൽസൊക്കെ വെച്ചതാണ്. ഞാൻ ഇത് കുറച്ച് താത്തി വെക്കുന്നുണ്ട്. റെയിലും കടന്ന് അപ്പുറം എത്തുമ്പോഴേക്കും അവിടെ അത്ര ഒരു എന്താ പറയുക, റെയിൽ കിടക്കാൻ തന്നെ എനിക്ക് പ്രയാസം ഉണ്ടായിരുന്നു. എൻ്റെ ചെരുപ്പ് ഒരു ഭാഗത്ത് ലൂസായ ഒരു ചെരുപ്പ്, അതുകൊണ്ടിട്ടാണ് ഞാൻ നടക്കുന്നത്. ഒരു ഭാഗത്ത് ഇങ്ങനെ വന്ദേ ഭാരത് കടന്നു പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ അപ്പുറത്തുള്ള ആൾക്കാർ എന്ന് വെച്ചാൽ വളരെ കുറവ് ആൾക്കാർ, അങ്ങനെ ഒരു ട്രാഫിക്കൊന്നും ഇല്ലാത്തവർ. അപ്പോൾ അവർ പറഞ്ഞു അല്ല ഇത് ഇപ്പറാന്ന് പറഞ്ഞു. ഞാൻ അവസാനം മാപ്പ് കാണിച്ചു കൊടുത്തു. മാപ്പ് കാണിക്കുമ്പോൾ അതിലൊരാൾ പറഞ്ഞു അത് ശരി ഇപ്പുറത്തിങ്ങോട്ടാണ് ഡയറക്ഷൻ കാണുന്നതെന്ന് പറഞ്ഞു. പിന്നെ അയാളൊരു ലൊക്കേഷൻ കാണിച്ചെന്നു. അങ്ങോട്ട് ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഈ റോഡ് അങ്ങനെയല്ല, എന്താണെന്നറിയില്ല, എനിക്ക് ആ ഒരു മൊമെൻറ്റിലുള്ള ഒരു പ്രസൻസ് ഓഫ് മൈൻഡിനൊരു ചെറിയൊരു കോൺഫിഡൻസ്. ഒന്നാമത്തെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനിതിന് ഒറ്റയ്ക്ക് പോകണോ വേണ്ടിയോ, ഞാനത് മിസ്സാകട്ടെ എന്ന് തന്നെ വിചാരിച്ചിരിക്കുന്നൊരു പാക്കേജാണ്. പിന്നെ അവിടെ ടൈം സ്പെൻഡ് ചെയ്യാനുള്ളതുകൊണ്ട് മാത്രം ഞാൻ ഇതിനൊന്ന് ഇറങ്ങി തിരിക്കാമെന്ന് വിചാരിച്ചതാണ്. വെണ്ടറിനെ അറിയിച്ചു. വെണ്ടർ ബാക്കി 2 പ്രൊഫഷണൽ കൊറിയർ വഴി അയച്ചതാണ്. 3ാമത്തെ പാക്കറ്റ് ഈ ഒരു മാർക്ക് എക്സ്പ്രസ് പ്രൈവറ്റ് ലിമിറ്റഡ്. മാർക്ക് എക്സ്പ്രസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഈ കൊൽക്കത്ത ബേസ് ചെയ്തിട്ടുള്ള കമ്പനിയാണ്. ഞാൻ അവരുടെ ഇമെയിലിൽ തന്നെ ഞാൻ ഈ ഒരു ട്രാക്കിംഗ് റിക്വസ്റ്റ് അയക്കുമ്പോൾ, ഇത് കുറേ ആയില്ലേ കണ്ണൂർക്ക് ഔട്ട്സ്കാൻ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നത്. അപ്പോൾ കൊൽക്കത്ത എന്ന് പറഞ്ഞിട്ട് തന്നെ ഇമെയിൽ അഡ്രസ്സും info@kolkata എന്തോ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അയച്ചു. പിന്നെ വെച്ച് വെണ്ടർക്ക് ഒരു ഇൻഫർമേഷൻ വിടുക. ഞാനത് മിസ്സാകട്ടെ. ബട്ട് ഇന്നലെ ടൈമുള്ളതുകൊണ്ട് മാത്രം അതിൻ്റെ പിന്നാലെ അങ്ങനെ റെയിലിൻ്റെ ഇപ്പുറത്തിന് പിന്നെ അവരപ്പുറം അടുത്ത ആൾക്കാർ പറയുമ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു ഇവിടെ തന്നെ ആയിരിക്കും, എനിക്കിനി അങ്ങോട്ട് പോയിട്ട് ഇനി ഇങ്ങോട്ട് വരാൻ കഴിയില്ല. ഞാൻ ഇവിടുന്ന് തുടങ്ങിയിരുന്നു നടക്കാൻ. ഇവിടുന്ന് തുടങ്ങിയിരുന്നല്ല, ഇതൊരു അലച്ചിലാണല്ലോ. എൻ്റെ വലിയ ലഗേജ് ഞാൻ ലോക്കറിൽ വെച്ച് റെയിൽവേ സ്റ്റേഷനിൽ. അങ്ങനെ പിന്നെ ലൊക്കേഷൻ കാണിച്ചു കൊടുത്തത് ഇപ്പുറം തന്നെയാണ് കാണുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ നമ്മളറിയാത്ത കുറേ കൊറിയർ സർവീസൊക്കെ ഉണ്ട്. അപ്പോൾ ഒരാൾ പുറത്ത് വന്നേരം ഞാനിങ്ങനെ ചോദിച്ചു മാർക്ക് എക്സ്പ്രസിൻ്റെ ഓഫീസ് എവിടെയാണ്. അപ്പോൾ അവർ തൊട്ടപ്പുറത്തെ ബിൽഡിംഗ് ഒന്നുമല്ല, അവരെ യൂണിറ്റ് കാണിച്ചിട്ട് പറഞ്ഞു ഇവിടെ ആയിരുന്നു ഒരു 2 കൊല്ലം മുന്നേ വരെ അവരുടെ ഓഫീസ്. ഇപ്പം എവിടെ പോയി എന്നറിയില്ല, വിളിച്ചിട്ടും കിട്ടുന്നൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് വെച്ചു. അവിടെ എനിക്ക് തോന്നി സംതിങ് എന്തോ ഒന്ന് മിസ്സിങ് തന്നെയാണ്. ഇനി ഈ ഒരു ബാഗേജിന് ഞാൻ അധികം സ്ട്രെസ് ചെയ്യുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം വെണ്ടർ കാണാൻ ഇന്നലെ അലച്ചലിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞില്ല, ഞാനൊരു ഷോപ്പിൽ കയറി ഇരുന്നിട്ട് അയാൾ ഫോൺ നമ്പറൊക്കെ നോട്ട് ഡൗൺ ചെയ്തിട്ട് അയാൾ വിളിക്കുന്നതിൻ്റെ ഇടയിൽ കാണാൻ ഈ വെണ്ടർ എനിക്ക് മെസ്സേജ് അയച്ചു, നിങ്ങളത് കസ്റ്റംസിൻ്റെ അതിൽ ക്ലിയറൻസിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ്, നാളെ ക്ലിയറൻസ് കിട്ടിയാൽ ഇറ്റ് വിൽ പ്രൊസീഡ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ അയച്ചത്. ഞാൻ സ്റ്റാറ്റസ് എന്താന്ന് ഓക്കെ ഞാൻ സ്റ്റാറ്റസ് അയച്ചപ്പോൾ ഓക്കെ ഞാൻ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് വെച്ചു. ഇപ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്നൊന്നുമില്ല കേട്ടോ, അത് എന്തോ ആവട്ടെ. ബിക്കോസ് എനിക്ക് ഒരുപാട് കൊറിയർ വരാൻ തുടങ്ങിയത് തന്നെ ഒന്ന് സാധനം വെക്കാനുള്ളൊരു പ്രയാസമല്ല, ഇനിയിപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി ഒരു റവന്യൂ ആകുമ്പോഴല്ലേ നമ്മളൊന്നും ഉഷാറാവുള്ളൂ. പിന്നെ അതിനിടയിൽ വേറെയും കുറച്ചൊരു ഹെൽത്ത് ഇഷ്യൂസൊക്കെ എന്താണെന്നറിയില്ല. ഇപ്പം പിന്നെ എല്ലാം കഴിഞ്ഞതുകൊണ്ട് ഒരു സമാധാനമാണ്, ഒരു ഇതുണ്ട്. പക്ഷെ എന്നാലും സ്റ്റിൽ അതൊക്കെ ഉള്ളത് കൊണ്ട് ഇനിയിപ്പോൾ ഒരു കൊറിയർ 2 കൊറിയറാണ്. ഈ മാർക്ക് എക്സ്പ്രസിൻ്റെ കൊറിയർ കൂടാണ്ട് വേറൊരു കൊറിയർ എന്ന് പറഞ്ഞാൽ ഞാൻ എക്സിബിഷൻ കഴിഞ്ഞിട്ട് അയക്കാനാണ് പറഞ്ഞത്. അവർ പിന്നെ വിടുമായിരിക്കും, വിട്ടാൽ തന്നെ ഒരാഴ്ച കൊണ്ട് എത്തും.
ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു ചെക്കപ്പിനൊക്കെ പോകുന്നുള്ളൂ. കൊറിയർ കൂടെ എത്തണം. മാർക്ക് എക്സ്പ്രസിൻ്റെ അങ്ങനെയാണ് സംഭവം. പിന്നെ ഞാൻ വിചാരിച്ചു ഉച്ചക്ക് 1:10 നേത്രാവതി എക്സ്പ്രസ്സിൽ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ തിരക്കായിരിക്കുമോ. ഞാൻ എൻ്റെ ഒരു ചെറിയ ബാഗും ഒരു ബിഗ് ഷോപ്പറും മാത്രമാണെങ്കിൽ ഞാൻ അതിൽ കയറി വരും. ഇതാ വലിയ ബാക്ക് പാക്ക് ഉണ്ടാകുമ്പം ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ മുകളിലെല്ലാം ആളിരിക്കലായിരിക്കും. ഇവിടെ ഇറങ്ങാനും പ്രയാസമായിരിക്കും. ഇവിടെ കോഴിക്കോട് എത്തുമ്പോഴത്തേക്കും സീസൺ ടിക്കറ്റുകാരൊക്കെ ഉണ്ടാവും. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ ഈ ഒരു സംഭവം ആലപ്പിയിൽ നിന്നുള്ള കണ്ണൂർ എക്സ്പ്രസ്സിന് അയക്കാമെന്നായിരുന്നു പറഞ്ഞത്. ഞാൻ വിചാരിച്ചു എന്തായാലും ടിക്കറ്റും എടുത്തിട്ടുണ്ടായിരുന്നു. ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ 2 ടിക്കറ്റ് ഞാൻ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തു. അപ്പോൾ അവിടെ എറണാകുളത്ത് നിന്ന് അവർ പറഞ്ഞു ഓൺലൈൻ ടിക്കറ്റ് പോരാ, സ്റ്റേഷനിൽ പോയിട്ട് ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞു. അങ്ങനെയൊക്കെയായിരുന്നു നല്ല ലേറ്റായത്. അല്ലെങ്കിൽ ഞാൻ 10 മണിക്ക് കുറച്ച് മുന്നേ ഒരു 5 മിനിറ്റ് മുന്നേ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പാർസലിൻ്റെ ഒക്കെ ഇതിപ്പോൾ അങ്ങ് പോയി ടിക്കറ്റും എടുത്ത് ഞാൻ ഈ വലിയ ബാക്ക് പാക്ക് ഇട്ടിട്ടാണ് നടക്കുന്നത്. പിന്നെ ഞാൻ എൻ്റെ ലഗേജ് വരുന്ന അതേ ട്രെയിനിൽ തന്നെയാണ് വന്നത്. അത് പിന്നെ തലശ്ശേരി എത്തുമ്പോൾ ഒത്തിരി വൈകിണ്ടായിരുന്നു. കാരണം വന്ദേ ഭാരതിന് പിന്നെ വേറൊരു ലോങ് ഡിസ്റ്റൻസ് ട്രെയിനിനും പൂർണ്ണ എക്സ്പ്രസ് ആയിരുന്നു തോന്നുന്നു. പൂർണ്ണ എക്സ്പ്രസ്സൊക്കെ ഞാൻ എറണാകുളത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. പൂർണ്ണ എക്സ്പ്രസ് പിന്നെയും വൈകിട്ടാണ് തോന്നുന്നു അവിടെ നിന്ന് എടുക്കുക. കോഴിക്കോട് വിട്ട തലശ്ശേരി എത്തുള്ളൂ. അപ്പോൾ അതിനൊക്കെ ഇത് സൈഡ് കൊടുത്തിട്ടാണല്ലോ ഇത് എൻ്റെ ഇൻ്റർസിറ്റി ആലപ്പി കണ്ണൂർ ഇൻ്റർസിറ്റി തലശ്ശേരി എത്തുമ്പോഴത്തേക്ക് 12 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പാർസൽ ഓഫീസൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്തായാലും പിറ്റേന്ന് കളക്ട് ചെയ്യാമെന്ന്. ഇന്നലെ പിന്നെ ഉച്ചയ്ക്ക് ഞാൻ പിന്നെ നേത്രാവതി കയറാൻ നിന്നില്ല. കാരണം എനിക്കൊരു റിസ്ക് എടുക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചു. ലഗേജൊക്കെ കൊണ്ട് കയറിയിട്ട് നല്ല തിരക്കിലൊക്കെ ആണെങ്കിൽ ഞാനങ്ങനെ ഭക്ഷണം കഴിക്കാൻ ലുലു മോളിൽ പോയി. കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണമല്ലോ. അവിടുന്ന് പിന്നെ ഐസ്ക്രീം കഴിച്ചു. കുറച്ച് കഴിഞ്ഞപാട് ഊണും കഴിച്ചു. ഇന്ന് ഒരു കാര്യം പിന്നെ ഓർത്ത്, ലുലു മോളിൽ നിന്ന് ഞാൻ ഒരു 4:15 കഴിഞ്ഞിട്ട് ഞാൻ മെല്ലെ മടക്ക യാത്ര സ്റ്റാർട്ട് ചെയ്തു. അവിടെ നിന്ന് ഞാൻ ലാസ്റ്റ് വെള്ളം കുടിച്ചതാണ്. പിന്നെ ഞാൻ ശരിക്കും രാവിലെ കേട്ടോ വെള്ളം കുടിക്കുന്നത്. എൻ്റെ കൂടെ അതിൻ്റെ ഇടയിൽ വെള്ളം കുടിക്കാനൊക്കെ മറന്നുപോയി. റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോഴേക്കും ഞാൻ വിചാരിച്ചു ട്രെയിനിൽ നിന്നേ വാങ്ങണ്ട, ഏതെങ്കിലും ഒരു സ്റ്റേഷനിലെത്തിയാൽ വാങ്ങിക്കാമെന്നൊക്കെ വിചാരിച്ചു. എന്ത് ഗുണം കിട്ടിയെന്ന് പറഞ്ഞാൽ ലേഡീസ് കമ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരുന്നു ഒരു മിഡിൽ 12. ലേഡീസ് കമ്പാർട്ട്മെൻറ്റിൽ പിന്നെ ഞാനങ്ങ് കുറച്ച് നിരന്നങ്ങ് കടന്നു. ഷൊർണൂരൊക്കെ എത്തിയപ്പോൾ പിന്നെ ഞാൻ എണീച്ചെന്നില്ല. എണീച്ച് കാരണം ആർക്കെങ്കിലും ഇരിക്കാനുണ്ടെങ്കിലും എന്നുള്ളതിൽ. പിന്നെ വിചാരിച്ചു ഇരിക്കണമെങ്കിൽ ആൾക്കാർ അന്നേരം വിളിക്കട്ടെ. സീറ്റ് ഇല്ലാത്ത പ്രശ്നമൊന്നുമില്ല. എന്നാൽ അത് ആ ഒരു സമയത്ത് ലേഡീസ് കമ്പാർട്ട്മെൻറ്റിൽ ആൾക്കാർ കയറാൻ കുറവായിരിക്കുമല്ലോ എന്നല്ലെങ്കിൽ വിചാരിച്ച്. എങ്ങനെയോ വെള്ളം വാങ്ങാൻ മറന്നുപോയി. കോഴിക്കോട് എത്തിയിട്ടും വെള്ളം വാങ്ങാം. പിന്നെ എനിക്ക് തോന്നുന്നു കോഴിക്കോടൊക്കെ എത്തുമ്പോഴത്തേക്കും 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ വെള്ളത്തിൻ്റെ ആളൊന്നും പോയില്ല അതുവഴി. തലശ്ശേരി എത്തിയിട്ടും മറന്നു. തലശ്ശേരി എത്തിയപ്പോഴേക്കും അവിടെ ഒരു പോർട്ടർ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അയാൾ സാധനം കൊണ്ട് ഞാൻ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയേ. അങ്ങോട്ട് വരില്ല, അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് പോകുക. കാരണം അവിടെയാണ് പാർസൽ ഓഫീസ്. അതുമല്ല ഇത് കഴിഞ്ഞപാട് ജനശതാബ്ദി വരുന്നുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ കളക്ട് ചെയ്തിട്ടാണ് അവരപ്പുറം പോവുക. ഞാൻ കുറച്ച് നേരം അവിടെ ഇങ്ങനെ തങ്ങി കളിച്ചു. ഇൻഫർമേഷനിൽ ചോദിച്ചു. ഇൻഫർമേഷനിൽ നിന്ന് അവർ പറഞ്ഞു നിങ്ങൾ ജസ്റ്റ് ID-യും നിങ്ങളുടെ ആ സ്ലിപ്പും കാണിച്ചിട്ട് കളക്ട് ചെയ്തുകൂടെയെന്ന് ചോദിച്ചു. പിന്നെ ഇത് പാർസൽ ഓഫീസൊക്കെ അടച്ചിട്ടിട്ടിരിക്കുക. 12 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ഞാൻ ദൂരത്ത് നോക്കുമ്പോൾ അവിടെ ഓട്ടോ 1-2 കണ്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഓട്ടോ സ്റ്റാൻഡ് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ എനിക്ക് കൃത്യം ഓർക്കുന്നുണ്ടായില്ല. കാരണം ഞാൻ അവിടെ ഇറങ്ങിയാൽ നടന്നു വരുന്ന വ്യക്തിയല്ലേ. അപ്പോൾ ഞാൻ പെട്ടെന്ന് 2 ഓട്ടോ കണ്ടുള്ളൂ. ജനശതാബ്ദി ഏകദേശം പ്ലാറ്റ്ഫോം കയറി കഴിഞ്ഞു. അപ്പോൾ അതിലത്തെ ആൾക്കാരും കൂടെ ഇറങ്ങിയാൽ എനിക്ക് ഓട്ടോ കിട്ടില്ല എന്നുള്ളതിൽ ഞാൻ പറഞ്ഞു ഞാൻ നാളെ കളക്ട് ചെയ്യാം. എനിക്ക് വെച്ചാൽ വേറെ ഒന്നുമല്ല, അവർക്കിപ്പം അവരുടെ റൂൾസ് എന്താണെന്ന് നമുക്കറിയില്ല. ജസ്റ്റ് ഒന്ന് എന്നാൽ പിന്നെ നാളെ കളക്ട് ചെയ്തെന്ന് പറഞ്ഞ് അങ്ങനെ ഓട്ടോ കയറി ഇങ്ങോട്ട് വന്നു. ഇന്ന് പോയിട്ട് പാർസൽ കളക്ട് ചെയ്തു. അപ്പോൾ എൻ്റെ പീസസ് ഞാൻ കാണിച്ചു തരാം. കാൻഡിലിൻ്റെ എക്സിബിഷനായിരുന്നു ടോപ്പിക്ക്. അതൊക്കെ ഇനിയിപ്പോൾ കത്തിച്ചിട്ട് നല്ല ആംഗിളിൽ ഞാൻ പിക്ചേഴ്സ് ഇടും. അതൊക്കെ തന്നെയാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ കുറേ പേർക്ക് ക്ലയൻസിനെ കിട്ടുന്നത്. എനിക്ക് ക്ലയൻസിന് കിട്ടാതെ പോകുന്നതോടെ എനിക്ക് കോൺഫിഡൻസ് കിട്ടിയ കാര്യം എൻ്റെ കുഞ്ഞു ക്യാൻഡിലൊക്കെ
ഞാൻ കൊണ്ടുപോയതൊക്കെ വിചാരിക്കാണ്ട് പോയിട്ടുണ്ട്. മോൾഡിലുണ്ടാക്കിയ ഈൻ്റെ മോൾഡല്ല, വേറെ മോൾഡായിരുന്നു. കുറച്ചൊരു ഭംഗിയുണ്ടായിരുന്നു. അതൊക്കെ ചിലവായി. അപ്പം എൻ്റെ പീസസ് ചിലവായതുകൊണ്ട് ഐ ഫെൽ കോൺഫിഡൻസ്. കാരണം എനിക്ക് അങ്ങനെയല്ല, ഞാനങ്ങനെ വലിയ മോഡൽസ് ഞാൻ ഉണ്ടാക്കിയില്ല. ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടാക്കിന്, ഇപ്പോൾ പുഡിംഗ് ബൗളിലെല്ലാം ഉണ്ടാക്കിന്. അതൊന്നും എനിക്ക് എക്സിബിഷനിലൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, നല്ല വെയിറ്റ് ഉണ്ട്. അതുമല്ല പുഡിംഗ് ബൗളിന് തന്നെ ഇവിടെ 500 അടുത്ത്, 450 മുകളിലാണ് വരും, 485 ബൗളിന് തന്നെ പ്രൈസ് ഉണ്ടായിരുന്നു. അതിലോട്ട് ഒരുപാട് വാക്സ് ഒഴിക്കുമ്പോൾ അതൊരു എന്താ പറയുക, ഒരു 1500 എന്തായാലും ഒരു എമൗണ്ട് കൊടുക്കണം. ഞാൻ പിന്നെ എൻ്റെ ഒരു സാമ്പിളാക്കി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് ഞാൻ ഉണ്ടാക്കിയ പുഡിംഗ് ബൗളിൻ്റെ മാസ്റ്റർ പീസ്. ഇതിൽ ഡ്രൈഡ് പെറ്റൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതാണ് ഇടയ്ക്ക് കാണുന്ന ഈ ഒരു ബ്രൗണിഷ് കളറ്. പക്ഷേ ഡ്രൈഡ് പെറ്റൽസ് ഇടാണ്ട് ഉണ്ടാക്കാൻ തന്നെ എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഡ്രൈഡ് പെറ്റൽസ് ഇടുമ്പം പുറത്ത് നോക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ഡ്രൈഡ് പെറ്റൽസ് ആണെന്ന് മനസ്സിലാവണമെന്നില്ല, നമ്മളത് പറഞ്ഞു കൊടുക്കാതെ. അതൊരു അഴുക് പിടിച്ച പോലെ ഉണ്ട്. പിന്നെ ഇതിൽ ഞാൻ ഇലേൻ്റെ മോൾഡ് വാങ്ങിയിട്ടുണ്ട്. ഇലയും കൂടെ ഇട്ടാൽ ഭംഗിയുണ്ടാവും. ഇത് കനമുണ്ട്. കൊറിയറായിട്ട് അയക്കാമെന്നല്ലാതെ എക്സിബിഷന് കൊണ്ടുപോകാൻ പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ കുറച്ച് പ്രയാസമാണ്. ഇതന്നെ ഇപ്പോൾ 485 ആയിട്ടുണ്ട് ഈ ബൗളിന്. പിന്നെ ഇതിൽ കണ്ടമാനം വാക്സ് വരുന്നുണ്ടല്ലോ, ഒരു പ്രീമിയം ആണ്. പിന്നെ വിക്കുണ്ട് ഒരുവിധം. എനിക്ക് തോന്നുന്നു ഇതിൽ 1 2 3 4 പീസസിന് ഞാൻ വിക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. കത്തിക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. ഞാൻ എന്തായാലും കത്തിച്ചിട്ടുള്ള പീസ് ഞാൻ എന്തായാലും ഇട്ടും. ഇതിപ്പോൾ ഞാൻ പാക്ക് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് ചിരട്ടേൻ്റെത് ഞാൻ വെണ്ടറിൻ്റെ അടുത്ത് നിന്ന് വരുത്തിച്ചാൽ നല്ല ഭംഗിയുണ്ട്. പക്ഷെ ഇതൊക്കെ കത്തിച്ചാലേ അതിൻ്റെ ഒരു ഭംഗിയുള്ളൂ. കത്തിക്കുന്ന ഫംഗ്ഷന് വാങ്ങിയിട്ടേ കാര്യമുള്ളൂ. വാക്സിൻ്റെതൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്കിതിൻ്റെ ബെനിഫിറ്റ് അറിയുന്നത് കൊണ്ട്, ഇക്കോ ഫ്രണ്ട്ലിനെസ്സൊക്കെ അറിയുന്നത് കൊണ്ട് ഞാനിതിനെ വാല്യൂ ചെയ്യും. പക്ഷേങ്കിൽ ഇപ്പോൾ ഒരു എക്സിബിഷൻ സ്റ്റോളിൽ ഞാനിങ്ങനെ ബ്ലാങ്കായിട്ട് കയറി ചെല്ലുന്നൊരു വ്യക്തിയാണെങ്കിൽ, ഇതിപ്പോൾ എൻ്റെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് എനിക്കറിയാം ഡീറ്റെയിൽസ്. ബ്ലാങ്കായിട്ട് കയറി ചെല്ലുന്ന വ്യക്തിയാണ്, എനിക്കിതൊന്നും കണ്ടാൽ അങ്ങനെ അട്രാക്ഷൻ തോന്നില്ല. പക്ഷേ കത്തിക്കുന്ന പേർപ്പസിനുള്ള ഒക്കെ ആണെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി പർച്ചേസ് ഫ്രം മീ. ഇതൊക്കെ ഏൽപ്പിച്ചതാണ്. എനിക്ക് ഉണ്ടാക്കുന്നതിനെ കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഈ ചിരട്ട, നമ്മളുടെ കേരളമാണ്, കേരവൃക്ഷങ്ങളുടെ സ്ഥലമാണ്. ചിരട്ട ഇത്ര പെർഫെക്റ്റായിട്ട് നമ്മളെ കടയിൽ നിന്ന് കിട്ടുമോയെന്നറിയില്ല. കത്തിക്കാൻ കിട്ടുന്ന ചിരട്ടയല്ലേ ഉള്ളൂ. ഇത് എന്തൊക്കെയോ അവർ പോളിഷൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ ഇളകി നിൽക്കുന്നുണ്ട്. ഇത് പിന്നെ അങ്ങനെ ഒരു എന്താ പറയുക, ഷോക്കേസ് പീസിനെക്കാളും ഷോക്കേസ് പീസായിട്ട് യൂസ് ചെയ്യാൻ ഞാൻ ഇതൊക്കെ ഷോക്കേസ് പീസായിട്ടായിരുന്നു കൺസിഡർ ചെയ്തത്. പക്ഷേ അവിടെ എത്തുന്ന ആൾക്കാർക്ക് ഷോക്കേസ് പീസിൻ്റെ ഒരു ഇൻട്രസ്റ്റ് വരുന്നില്ല, യൂട്ടിലിറ്റിയാണ് ഇൻട്രസ്റ്റ് വരുന്നത്. യൂട്ടിലിറ്റി ആണെങ്കിൽ കത്തിക്കുന്ന ഒക്കേഷൻസ് അത് നോക്കിയിട്ട് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. ഇതിലിപ്പോൾ 3 വിക്കുണ്ട്. കോർപ്പറേറ്റ് ഇവൻറ്റ്സ്, കല്യാണത്തിൻ്റെ റിസപ്ഷൻ, ഇതൊക്കെ പ്രീമിയം പീസസാണ്. ഇതൊരു മിഡിൽ നിൽക്കുന്ന പീസാണ്. ഇതിപ്പോൾ ഹോൾസെയിലായിട്ട് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഒരു ലാഭമുണ്ട്. നമ്മൾ ഇതേ സംഭവം നമ്മൾ കുറേ പീസസ് ആണല്ലോ. ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ ലാഭം ഉണ്ടാവില്ല. അത് പിന്നെ അണ്ടർസ്റ്റുഡ് ആണല്ലോ. പിന്നെ ഞാൻ എൻ്റെ പേഴ്സണൽ കളക്ഷന് വാങ്ങിച്ചൊരു പീസായിരുന്നു ഇത്. ഞാനിതിൻ്റെ റോസ് കണ്ടിട്ടായിരുന്നു ഓർഡർ കൊടുത്തത്. റോസ് അപ്പോൾ അവിടെ അന്നേരം അവരുടെ കയ്യിൽ ഉണ്ടായില്ല. ഇത് അവർ കുരുക്ഷേത്ര, ഹരിയാന പഞ്ചാബ് അവിടെ നിന്ന് വന്നൊരു പീസാണ്. ഇതും ഞാനിത് ഷോക്കേസ് പീസൊക്കെ ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കാമെന്നുള്ള കൺസെപ്റ്റിലായിരുന്നു ഞാൻ എല്ലാവരോടും പറഞ്ഞത്. പക്ഷേ ഷോക്കേസിലൊക്കെ കണ്ടമാനം ഭംഗിയുള്ള സാധനങ്ങളുണ്ട്. അതിൻ്റെ ഇടയിൽ വാക്സ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കൽ എന്ന് പറയുന്നത് ഒന്നാമത് പ്രീമിയം പീസാണ്. സോയ വാക്സ്, പ്രീമിയം വാക്സൊക്കെയാണ് നമ്മളൊരു ഇത് ഉണ്ടാക്കുമ്പോൾ വാങ്ങിക്കും. പല റേറ്റിന് സോയ വാക്സ് ഉണ്ടാവും. പക്ഷെ നമ്മളിപ്പോൾ ഉണ്ടാക്കുമ്പോൾ പ്രീമിയം കിലോന് 500 രൂപയുള്ള വാക്സൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇപ്പം ഞാൻ ലാസ്റ്റായിട്ട് കിലോന് അതിൻ്റെ ഹാഫ് റേറ്റിനുള്ളത് ഞാൻ വരുത്തിച്ചിട്ടുണ്ട്. എന്തായാലും ഉണ്ടാക്കി നോക്കണം. കാരണം നമുക്ക് എല്ലാ ലെവലിലുള്ള ആൾക്കാരെയും സാറ്റിസ്ഫൈ ചെയ്യണമല്ലോ. പലപ്പോഴും പ്രീമിയം പീസസ് അതിൻ്റെ ഒക്കേഷൻസിലുള്ള ആൾക്കാരെ വാങ്ങിക്കോളും. ഇങ്ങനത്തെ പ്രീമിയം പീസസ് ഇപ്പോൾ കമ്പനീസിൻ്റെ
ഓഫീസിൻ്റെ മുകളിൽ വെക്കാൻ, ഷോ കേസിൻ്റെ ഏരിയയിൽ വെക്കാൻ, കത്തിക്കാൻ, പിന്നെ അവരുടെ ഒരു ഡൈനിങ് ഏരിയ ഉണ്ടെങ്കിൽ അവിടെ കത്തിക്കാൻ. അതും പലപ്പോഴും ഈ സിലിണ്ട്രിക്കൽ ക്യാൻഡിലിൻ്റെ നല്ല വെറൈറ്റീസാണ് അവർ യൂസ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ കുറച്ച് പഠിച്ച കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ പ്രീമിയം പീസസ് എല്ലാം ചിലവാകുക, ഇങ്ങനത്തെ സംഭവങ്ങൾ ആൻഡ് ഇങ്ങനത്തെ ക്യാൻഡിൽസ്, ചെറിയ ക്യാൻഡിൽസ് ചെറുതെന്ന് പറഞ്ഞാൽ അത് റേറ്റ് ഉണ്ട്. വാക്സിനൊരു റേറ്റ് വരും. ഗ്ലാസ് ഒക്കെ പിന്നെ നമുക്ക് ഇവിടുന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന അതങ്ങനെ ഹോൾസെയിൽ റേറ്റ് അല്ല. ഗ്ലാസിൻ്റെ ഒരു വിലയുണ്ടാവും. അത് അതിൻ്റെ തിക്നെസ് പോലെ ഇരിക്കും വില. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് നല്ല ക്ലിയർ ബേണിങ് ആയിട്ട് വരും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ തേച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്ലാസ് തിളങ്ങി നിൽക്കും. ഇതന്നെ ഇപ്പോൾ ഇവിടെ വിക്ക് ഒട്ടിച്ചതിൻ്റെ കല ചിലപ്പം ഇതിപ്പം അവിടെ വിക്ക് ഞാൻ ഫെവിക്കോൾ കൊണ്ട് വിക്കിൻ്റെ സസ്റ്റെയിനർ ഒട്ടിച്ചുകൊണ്ട് അതിൻ്റെ കലയുണ്ടാവും. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വാക്സിൽ ചെയ്യുമ്പം വിക്ക് അങ്ങനെ ഒട്ടിക്കണം എന്നൊന്നുമില്ല. വാക്സ് ഒന്ന് കട്ടിയാവാൻ തുടങ്ങുമ്പോൾ അതിൽ വെച്ച് കൊടുത്താൽ മതി. ഞാൻ എൻ്റെ ഉരുളി ക്യാൻഡിലിൽ ഞാൻ അങ്ങനെയാണ് ചെയ്തത്. ഇത് ഒട്ടിച്ചിട്ടൊന്നുമില്ല. ഒന്ന് കട്ടിയായി തുടങ്ങുമ്പോഴേക്കും അവിടെ ഞാൻ വെച്ചു. പിന്നെ അത് അവിടെ പലത്തിൽ നിൽക്കുമല്ലോ. ഇതൊക്കെ എൻ്റെ കയ്യിലുള്ള പീസസാണ്. പിന്നെ ഞാൻ ഉണ്ടാക്കിയ ബോട്ട് ക്യാൻഡിൽ, ഈ ബോട്ട് ക്യാൻഡിൽ ഞാൻ കൊണ്ടുപോകണമെന്ന് വിചാരിച്ചതാണ്. പാക്കൊക്കെ ചെയ്ത് വെച്ച് ഇത് വെയിറ്റ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രോഡക്റ്റ്സ് ഞാൻ തൽക്കാലം ഇവിടെ മാറ്റി വെച്ചു. പിന്നെ ഇതിൽ ഞാനിങ്ങനെ ആലോചിച്ചു, എലേൻ്റെ മോൾഡ് ഞാൻ ലാസ്റ്റിലായിരുന്നു വാങ്ങിച്ചത്. എലേൻ്റെ മോൾഡും കൂടെ അറ്റാച്ച് ചെയ്തിട്ട് വെക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ വെക്കുമ്പോഴേക്കെന്ന് പറഞ്ഞാൽ ഇതിൽ വാക്സ് കണ്ടമാനുണ്ടാവും. ഈ ബോട്ടിന് തന്നെ 100 rupees വുഡിൻ്റെ. ഇതൊരു പ്രീമിയം പ്രോഡക്റ്റ് ആയിട്ട് തന്നെയാണ് വരിക. പ്രീമിയം പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യേണ്ടെങ്കിൽ അത് ഒന്ന് എനിക്ക് സ്റ്റോളൊന്ന് അതിൻ്റെതായ ഒരു മട്ടിൽ അറേഞ്ച് ചെയ്യേണ്ടി വരും. ഇതെല്ലാം സോയ വാക്സിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അയച്ചു തന്നിട്ടുള്ള സോയ വാക്സിനാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതൊക്കെ നല്ല പ്രീമിയം ഗ്ലാസ്സസ് ആണ്. ഇതൊക്കെ നമ്മൾ പരിപാടികൾക്ക് ഡൈനിങ് ഏരിയയിലൊക്കെ വെക്കുന്ന ഗ്ലാസ്സസാണ്. അങ്ങനെ എൻ്റെ പ്രോഡക്റ്റ്സ് ഞാൻ കുറച്ച് കാണിച്ചു തന്നു. പ്രോഡക്റ്റ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് വെൻഡേഴ്സിന് എത്തിച്ചതുകൊണ്ട് ഇനി അങ്ങോട്ട് ശരിക്കും വെൻഡേഴ്സിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ആൾക്കാർ പർച്ചേസും കുറവാണ്. എനിക്കിപ്പോൾ ഞാൻ ഈ ചിലവിട്ടത് എനിക്ക് ഒരു ഡിസംബർ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും കിട്ടിയാലായി. ഞാൻ എക്സിബിഷന് പോകുന്ന പോലെ ഇരിക്കും. ഹെൽത്തി ഒക്കെ ആണെങ്കിൽ ഞാൻ പോകും. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. പിന്നെ പോവാണ്ട് എനിക്കിത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഞാൻ അത്ര എഫിഷ്യൻ്റ് അല്ല. അതുകൊണ്ട് പിന്നെ എക്സിബിഷനൊന്ന് ശ്രമിച്ച് കൊണ്ടുപോയാലേ ഓപ്ഷനുള്ളൂ. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാൻ നല്ല പ്രയാസമാണ്. കാരണം ഒരുപാട് നോർത്ത് ഇന്ത്യൻ വെൻഡേഴ്സ് റീൽസൊക്കെ ഇട്ട്, ഞാനാണെങ്കിൽ റീൽസൊന്നും എനിക്കിടാൻ ഭയങ്കര മടിയാണ്. ഞാൻ ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ ഞാൻ ഇവിടെ എടുക്കാനുള്ളൊരു പ്രയാസവും ഉണ്ട്. പിന്നെ ഇതൊക്കെ ഒരു ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതെല്ലാം വാങ്ങിച്ചു കൂട്ടണം. അതൊക്കെ ഞാൻ വിചാരിച്ചു അനാവശ്യ എക്സ്പെൻസിന് ഫോട്ടോസാണ് ഞാൻ കാര്യമായിട്ട് ഇടുന്നത്. അപ്പം അതിൻ്റെ ഇടയിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം എടുത്ത് നിൽക്കലെ പ്രയാസം. അതുകൊണ്ടാണ് ഞാൻ ഈ ചുമടെടുത്തിട്ട് എക്സിബിഷൻ സ്ഥലത്ത് പോകാൻ ഉദ്ദേശിച്ചത്. പ്രയാസമുണ്ട്. ഓൺലൈനാണെങ്കിൽ എനിക്ക് ഇവിടെ ഇരുന്ന് പാക്ക് ചെയ്ത് ഇപ്പോൾ ഞാൻ ഇതുവരെ കൊറിയർ അയച്ചിട്ടില്ല. വീട്ടിൽ വന്ന് കളക്ട് ചെയ്യുന്നതൊക്കെ ഉണ്ട്. അതിൻ്റെ ചാർജസും ഒന്നും ഞാൻ നോക്കി വെച്ചിട്ടില്ല. ഓരോ കൊറിയർ ഏജൻസിക്കും റേറ്റ് വ്യത്യാസമുണ്ട്. ജസ്റ്റ് ഒന്ന് അവിടുന്ന് ഇപ്പോൾ അത്യാവശ്യം ഒരു 3-4 പേര് നമ്പറൊക്കെ വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ട്. അവരൊക്കെ വിളിക്കുകയാണെങ്കിൽ ഞാൻ ഓൺലൈനായിട്ട് അയക്കും. ഇങ്ങനെ ഓൺലൈനായിട്ട് അയക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ ആദ്യം ഇല്ലാന്ന് തന്നെയായിരുന്നു ഞാൻ പറഞ്ഞത്. കാരണം എനിക്ക് അയക്കുമ്പോഴേക്കും അതിൻ്റെ ഒക്കെ മെറ്റീരിയൽസ് ഞാൻ ഇതുപോലെ അങ്ങനെ വരുത്തിക്കേണ്ടി വരും. ഇവിടെ കിട്ടാൻ സാധ്യതയില്ല. എൻ്റെ എക്സിബിഷൻ സംഭാഷണങ്ങൾ ഞാൻ പറഞ്ഞു, ഇവിടുത്തെ പ്രോഡക്ട്സ് കാണിച്ചു. ഫസ്റ്റ് എക്സിബിഷനാണ്. നമ്മൾ പ്രോഫിറ്റ് അധികം പ്രതീക്ഷിക്കാണ്ട് പോവുക. ഇതിൻ്റെ ഒരു എന്താ പറയുക, ബ്രേക്ക് ഇവൺ പോയിൻ്റ് ആകുമ്പോഴത്തേക്കും സമയമെടുക്കും. പക്ഷേ ഇൻവെസ്റ്റ് ചെയ്യാണ്ട് വേറെ ഓപ്ഷനും ഇല്ല. വാങ്ങിക്കേണ്ട ആൾക്കാർ കോൺടാക്ട് നമ്പറിൽ വിളിക്കുക. നല്ല വെറൈറ്റീസിൻ്റെ കത്തിച്ചിട്ടുള്ള പോസ്റ്റ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇടുന്നതായിരിക്കും. പേർപ്പസ് ക്യാൻഡിലായിട്ട് തന്നെ യൂസ് ചെയ്യുക. ഡെക്കർ പീസായിട്ടും വെക്കാം, ഗിഫ്റ്റ് പീസായിട്ടൊക്കെ കൊടുക്കാം. താല്പര്യമുള്ള ആൾക്കാർ ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക.